ഹായ്, ഇതെൻ്റെ സീസർ ഇനത്തിൽപ്പെട്ട ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഇത് സീസർ യെല്ലോയാണ്. നല്ല മണമുള്ള ഒരു വെറൈറ്റിയാണിത്. നല്ല നമുക്ക് ആസ്വാദികരമായ മണമുള്ള ഒരു വെറൈറ്റിയാണ്. സീസർ വിഭാഗം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതളുകൾ കണ്ടില്ലേ, ഇതിങ്ങനെ നേർത്ത് ട്വിസ്റ്റ് ചെയ്തതുപോലെയും റാബിറ്റിയറിൻ്റെ ഫ്ലവറിൻ്റെ കൂട്ടിരിക്കുന്നതുമായ അതുപോലത്തെ തരത്തിലുള്ള പൂക്കളാണിതിന്. ഇതിൻ്റെ ഇതളുകൾ ഉരുണ്ടിരിക്കുകയല്ല, കുറച്ച് നേർത്ത ടൈപ്പാണ്. സീസർ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കളല്ല, സ്പൈക്കുകൾ. ഇത് ആദ്യമായിട്ട് പൂവിടുന്നൊരു ചെടിയാണ്. പക്ഷേ ഇതിനകത്ത് നോക്കിക്കേ, എത്ര പൂങ്കുലകളുണ്ടെന്ന്. 4 പൂങ്കുലകളുണ്ട്. 1 2 3 4 പൂങ്കുലകളുണ്ട്. ഇത് പൂക്കൾ തീരാറായി. ഇതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാറായി കഴിഞ്ഞതാണ്. നിറയെ പൂക്കളും നിറയെ പൂങ്കുലകളും ഉണ്ടാകുന്ന വെറൈറ്റിയാണ് സീസർ ഇനങ്ങൾ. ഒരു ഓർക്കിഡ് ലവറിൻ്റെ കയ്യിൽ നിശ്ചയമായിട്ടും കാണേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഓർക്കിഡുകളാണ് ഈ സീസർ വെറൈറ്റി. നല്ല ഭംഗിയാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് നിറയെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ പൂങ്കുലകൾ. ഇതിപ്പോൾ പൂക്കൾ തീരാറായി കഴിഞ്ഞു. പൂക്കൾ ഒട്ടുമിക്കതും കൊഴിഞ്ഞു പോയി കഴിഞ്ഞു. നല്ല മണമുള്ള, നല്ല ഭംഗിയുള്ള, നല്ല മഞ്ഞ നിറമാണ്, നല്ല മഞ്ഞ കളറാണ്. ഇപ്പോൾ ഇത് പൂക്കൾ തീരാറായതുകൊണ്ടാണ് ഈ പൂക്കൾക്കൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ നല്ല മഞ്ഞ കളറിലെ പൂവാണ്. ഒരു മടിയില്ലാതെ എല്ലാ സീസണിലും പൂക്കൾ തരുന്ന ഇനമാണ് ഈ സീസർ വെറൈറ്റി. നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ഈ പൂക്കൾ കാണാൻ?